അവരുടെ നേച്ചറിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് പേഴ്സണൽ വാസ്തു നോക്കുന്ന സമയത്ത് ആ വ്യക്തിക്കുണ്ടാവുന്ന നേട്ടങ്ങൾ. അതായത് അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികവുമായ തലങ്ങളെ സ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ വാസ്തുവൊക്കെ ശരിയാക്കിയിട്ട് ഇവരുടെ രണ്ടാളുടെയും പ്രോബ്ലം ശരിയാക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വീട് വാസ്തുപ്രകാരം ഉത്തമമാണെന്ന് പറയാൻ പറ്റും. ഈ ദൈവികമായിട്ടുള്ള ഊർജ്ജമുള്ള ഈ ആൾക്കാർ എന്ത് വിചാരിച്ചാലും നടക്കും. വെള്ളം കെട്ടിക്കിടന്നാൽ മലിനമാകുന്ന കണ്ടിട്ടില്ലേ എന്നതുപോലെ ഇവരുടെ ജീവിതം കെട്ടിക്കിടത്തി മലിനമാക്കും ഇവർ. സുധി സർ, ഒരു വീടിൻ്റെ വാസ്തു നോക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ വാസ്തു നോക്കി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഗുണങ്ങളും അല്ലെങ്കിൽ വന്നേക്കാവുന്ന ദോഷങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതെങ്ങനെയാണ്? നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ന്യൂമറോളജിയുടെ ഒരു ടെക്നിക്ക്. സംഖ്യാശാസ്ത്രപ്രകാരമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം നിർണ്ണയിക്കാൻ പറ്റുന്നതും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഊർജം പരിശോധിക്കാൻ പറ്റുന്നതും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ വാസ്തു പരിശോധന സമയത്ത്, അതായത് നമ്മളൊരു വീട് വാസ്തു കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വീട്ടിലെ ഓരോ വ്യക്തികളുടെയും പേഴ്സണൽ വാസ്തു പരിശോധിക്കും. പേഴ്സണൽ വാസ്തു എങ്ങനെയാണ് പരിശോധിക്കുക? അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. ഇവർ ജനിച്ച നക്ഷത്രം, അതുപോലെ ജനിച്ച തീയതി, ജനിച്ച വർഷം എന്നിവൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംഖ്യാജ്യോതിഷപ്രകാരം സംഖ്യാശാസ്ത്രപ്രകാരം ഒരു നിശ്ചിത രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻസ് ഉണ്ട്. ആ കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് ഇവരുടെ ശരീരത്തിൻ്റെ ഊർജം എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പഞ്ചഭൂതങ്ങളാണ് ഈ ഊർജത്തിൻ്റെ ആധാരം. ഈ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വ്യക്തികളുടെ ജീവിതത്തിൻ്റെ വാസ്തു നമ്മൾ പരിശോധിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങൾ 5 അതായത് ജലം, അഗ്നി, വായു, ഭൂമി, ആകാശം എന്ന് പറയുന്ന ഇതിൽ ഓരോ വ്യക്തിക്കും ഓരോ എലമെൻ്റ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്തിരിക്കുക. എല്ലാ എലമെൻറ്റുകളും ശരീരത്തിൽ പ്രതിപ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഊർജ്ജം ഡോമിനേറ്റ് ചെയ്യും. ഇപ്പോൾ ആകാശതത്വമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നിരിക്കട്ടെ. ആകാശതത്വം നമ്മൾ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ അവിടെ കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്താണ് കണ്ടുപിടിക്കുക. ഞാനത് പറഞ്ഞുതരാം. ആകാശതത്വമാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനിയിൽ ഒരു തൊഴിലാളിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ചെയ്യുന്ന ഹാർഡ് വർക്കിന് അദ്ദേഹത്തിന് കിട്ടുന്ന ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പണിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രോച്ച് വളരെ കുറവായിരിക്കും. കാരണം വെച്ചാൽ മറ്റുള്ളവരുടെ കീഴിൽ അദ്ദേഹം ഒരുപാട് കാലം വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല. അദ്ദേഹത്തിന് എപ്പോഴും ലീഡർ ആവണം, നേതൃത്വത്തിലേക്ക് എത്തണം. അങ്ങനെയുള്ള ഒരാൾ നമ്മൾ വീട് പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ ഒരാളാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ അവരോട് ചോദിക്കും ജീവിതം എങ്ങനെയാണ്, സന്തോഷമായിട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ വർക്കും മറ്റുള്ള കാര്യങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇവർക്ക് വർക്കിൽ വളരെയധികം കുറവായിരിക്കും, സന്തോഷം കുറവായിരിക്കും. അങ്ങനെ പോകുന്നു, ജീവിക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് അതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥ, എൻജോയ്മെൻ്റ് ഉണ്ടാവില്ല. അത് തന്നെ ഇവർക്ക് തലവേദനയായിട്ടും ബോഡി പെയിനായിട്ടും. കാരണം നമ്മുടെ ഉള്ളിലുള്ള സമ്മർദ്ദം രോഗങ്ങളുടെ രൂപത്തിൽ പ്രകടമാകും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയ ഒരാളെ നമ്മൾ പേഴ്സണലായിട്ട് വാസ്തു പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് നമ്മൾ കാര്യം പറയും, സുഹൃത്തെ ഈ മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യും. അങ്ങനെ അവർ ആ ഒരു ഉറപ്പ് സ്വന്തമായിട്ട് ഏത് ബിസിനസ് ചെയ്യണം. ഈ ഇങ്ങനെ ആകാശതത്വമുള്ള ആൾക്കാർ ഏത് ബിസിനസ് ചെയ്താലും അവർ വിജയിക്കും. കാരണം വെച്ചാൽ അവർക്ക് മാനേജ്മെൻ്റ് അറിയാം, ആണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന്. അതുകൊണ്ട് തന്നെ തൊഴിലാളികളെ വെച്ചുകൊണ്ട് അവർ എന്ത് തരത്തിലുള്ളതാണെങ്കിലും അവർ ഹാർഡ് വർക്ക് ചെയ്ത്. പിന്നെ ഈ ആകാശതത്വത്തിനൊരു പ്രത്യേകതയുണ്ട്. ആകാശതത്വമുള്ളവർക്ക് വെട്ടൊന്ന് തുണ്ട് 2 സ്വഭാവമായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും, എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ദേഷ്യം വരുന്ന ഒരാൾ, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് ഈ ആകാശതത്വമുള്ള ആൾ. നമ്മൾ വീട് വാസ്തു നോക്കുന്ന സമയത്ത് ഇയാളോട് നമ്മൾ പറയും കുറേ ഇയാളും ഈ വീട്ടിൽ ബാക്കി എല്ലാവരെയും ഇയാൾ ദേഷ്യം കാരണം കൊണ്ട് വിഷമിപ്പിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ദേഷ്യമൊക്കെ കുറയ്ക്കണം കേട്ടോ എന്നൊക്കെ അവരോട് പറഞ്ഞ് അവരുടെ നേച്ചറിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് പേഴ്സണൽ വാസ്തു നോക്കുന്ന സമയത്ത് ആ വ്യക്തിക്കുണ്ടാവുന്ന നേട്ടങ്ങൾ. അതായത് അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികവുമായ തലങ്ങളെ സ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ നേച്ചറിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അസ്വസ്ഥമാവും. അതാണ്. അപ്പോൾ അമിതമായി ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വാസ്തു കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിൽ ചെറിയ കുട്ടി മുതൽ മുതിർന്ന മുത്തശ്ശൻ മുത്തശ്ശി വരെ എല്ലാവരുടെയും പേഴ്സണൽ എനർജി
പറഞ്ഞ് അവരോട് ഇപ്പം നിലവിൽ എന്തെങ്കിലും അവരൊരു റോങ് പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറയും. പിന്നെ ഇയാൾ ഈ ദേഷ്യപ്പെടുന്ന ആൾ കാരണം കൊണ്ട് മറ്റുള്ളവർ ഇദ്ദേഹത്തെ വെറുക്കുന്നൊരു പ്രവണത കാണും. അപ്പോൾ നമ്മൾ കൂടെയുള്ള പാർട്ട്ണറോട് പറയും, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയും, നിങ്ങളുടെ ചേട്ടന് ഇത്തിരി ദേഷ്യം കൂടുതലാണ്, അത് അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു നേച്ചറാണത്. സോ ചേട്ടൻ്റെ ദേഷ്യം സ്നേഹം കൊണ്ടാണ്, അതുകൊണ്ട് ചേച്ചി എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുന്ന സമയത്ത് ചേട്ടനോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും കാണിക്കണ്ട കേട്ടോ, സ്നേഹം ഏറ്റവും കൂടുതലുള്ളൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ബോണ്ടിങ് നമ്മൾ ഒന്നുകൂടി ഉറപ്പിക്കുക. ചിലപ്പോൾ ഈ മനുഷ്യൻ എന്തൊരു ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് റിലേഷൻഷിപ്പിൽ അതുകൊണ്ട് തന്നെ കുറേ കാലം ഭാര്യയും ഭർത്താവും മിണ്ടാതിരിക്കുന്ന വീടുകളൊക്കെ ഉണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പാർട്ട്ണറുടെ നേച്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ വാസ്തുവൊക്കെ ശരിയാക്കിയിട്ട് ഇവരുടെ രണ്ടാളുടെയും പ്രോബ്ലം ശരിയാക്കാതിരുന്നു കഴിഞ്ഞാൽ ആ വീട് വാസ്തുപ്രകാരം ഉത്തമമാണ് എന്ന് പറയാൻ പറ്റും? ഇല്ല. അതിനകത്ത് നമ്മളും അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് വാസ്തു ഉണ്ട്, ആ വ്യക്തിയുടെ വാസ്തു തെറ്റരുത് എന്നതുകൊണ്ടാണ് നമ്മൾ കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് ഇത് പരിശോധിക്കുന്നത്. ആകാശതത്വം ഇങ്ങനെയാണ്, വായു തത്വമാണെങ്കിൽ വായു തത്വത്തിനാണെങ്കിൽ ഒരു വായുവിൻ്റെ നേച്ചർ കണ്ടിട്ടില്ലേ, പറന്നുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ആൾക്കാർ അതിനകത്തുണ്ടാവും, വീടിനകത്തുണ്ടാവും. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെയുള്ള എവിടെ അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ ആ വീട്ടിൽ മക്കളാണെങ്കിൽ മുതിർന്ന ആൾക്കാരാണെങ്കിൽ വീടിനകത്തിരിക്കില്ല, പുറത്ത് ഇങ്ങനെ കറങ്ങാൻ പോവുക, യാത്രകൾ ചെയ്യുക, അങ്ങനെ ഒരു നേച്ചറുള്ള ആൾക്കാരുണ്ടാവും. ജലതത്വമാണെങ്കിൽ ഇതിനൊക്കെ നെഗറ്റീവ് സൈഡുകളുണ്ട് കേട്ടോ, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് സൈഡും, രണ്ടും നമ്മളത് അവരോട് പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ പറയും. പോസിറ്റീവ് സൈഡിൽ ആണ് അവർ നിൽക്കുന്നതെങ്കിൽ അതിനെ ഒന്നുകൂടി ഉയർത്താനും ഒന്ന് ശ്രദ്ധിച്ച് വളർത്താനും അതിൽ നിന്ന് ഗുണകരമായ വശങ്ങളെ നേടാനും ഒക്കെ നമ്മൾ അവരോട് ആ സമയത്ത് ഉപദേശിക്കും. അപ്പോൾ ഈ ജലതത്വം എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് അതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു എനർജി. കാരണം ഇവർ ഭയങ്കര കുഴിമടിയന്മാരായിരിക്കും. അതുപോലെ അവരുടെ ശരീരം ഒരു കുറച്ച് തടിച്ച ശരീരമുള്ള ആൾക്കാരായിരിക്കും. പാട്ട്, ചിത്രം വര, പാട്ടുപാടൽ, അതുപോലെ സംഗീതം, ഇങ്ങനെയുള്ള നൃത്തം, ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ദൈവികമായിട്ടുള്ളൊരു ഊർജ്ജമാണ് ഈ ജലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരുടെ ഈ ദൈവികമായിട്ടുള്ള ഊർജ്ജമുള്ള ഈ ആൾക്കാർ എന്ത് വിചാരിച്ചാലും നടക്കും. പക്ഷേ ഇവരുടെ ഒരു ഡ്രോബാക്ക് ഇല്ലെങ്കിൽ ഇവരുടെ ഒരു വീക്ക് എന്ന് പറയുന്നത് ഇവരുടെ മടിയാണ്. വെള്ളം കെട്ടിക്കിടന്നാൽ മലിനമാകുന്ന കണ്ടിട്ടില്ലേ, എന്നതുപോലെ ഇവരുടെ ജീവിതം കെട്ടിക്കിടത്തി മലിനമാക്കും ഇവർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് കാണുന്നതെങ്കിൽ ഇവരോട് നമ്മൾ പറയും സെൽഫ് മോട്ടിവേഷൻ, ഉള്ളിൽ നിന്ന് എപ്പോഴും മോട്ടിവേറ്റഡ് ആവുക, എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുക, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുക, മടി പിടിച്ച് എവിടെയും കിടക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ വാസ്തു കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും കൃത്യമായ ഒരു വിശദീകരണം കൊടുക്കുകയും നിലവിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, സാറേ എനിക്ക് പാട്ട് പാടണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് കാരണം കൊണ്ട് ഞാനിപ്പോൾ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അവർക്കതിനുള്ള വഴികൾ എന്താണ്, എങ്ങനെയാണത് ശരിയാക്കേണ്ടത്, ആ ഊർജ്ജത്തെ എങ്ങനെ ഉയർത്താം എന്നുള്ളതൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ പറ്റും. ഇത് തന്നെയാണ് പേഴ്സണൽ വാസ്തു നോക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള വെളിച്ചം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ സംഖ്യാശാസ്ത്രപ്രകാരം, ന്യൂമറോളജി പ്രകാരം ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തും നക്ഷത്രവും ഒക്കെ നമ്മൾ വെച്ചിട്ടാണ് ഈ ഊർജ്ജത്തെ കണ്ടെത്തുക. ഇതിൽ തന്നെ നെഗറ്റീവും കണ്ടുപിടിക്കാൻ പറ്റും, പോസിറ്റീവും കണ്ടുപിടിക്കാൻ പറ്റും. നിലവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇനിയിപ്പോൾ നമ്മളുടെ തന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന വർഷം, അതായത് ഇത്രാമത്തെ വയസ്സിൽ എന്ത് നടക്കും, ഇനി അടുത്ത വർഷം എന്ത് നടക്കും, ഇതെല്ലാം നമുക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ, ഇനി ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല എന്നുണ്ടെങ്കിൽ പേര് വെച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ സത്യമാണോ എന്നുള്ളത് അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പിന്നിലത്തെ വർഷങ്ങൾ, അതായത് 18ാമത്തെ വയസ്സിൽ ഇന്നത് നടന്നിട്ടില്ലേ, 19ാമത്തെ വയസ്സിൽ ഇന്നത് സംഭവിച്ചിട്ടില്ലേ എന്നുള്ളതും നമുക്ക് ഈ ന്യൂമറോളജി പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ നമുക്ക് സംഖ്യാശാസ്ത്രപ്രകാരം കണ്ടെത്താൻ പറ്റും. ആ ഒരു വിദ്യയിലൂടെ വാസ്തു കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയുടെ ജീവിതത്തെ ഉന്നതിയിലേക്ക് ഉയർത്താൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് സാധിക്കുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നേട്ടം എന്ന് പറയുന്നത്
ഒരു മനുഷ്യന് വഴി തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിലൂടെ സാധ്യമാണ് എന്നുള്ളതാണ്. പേഴ്സണൽ വാസ്തു ഇതിലൂടെ സാധ്യമാണ്. അതെ, അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ നെഗറ്റീവ് എനർജികളുടെയൊക്കെ പ്രസൻസ്, കാരണം അബ്നോർമാലിറ്റി കാണിക്കും ചില നേച്ചറുകൾ. അത് നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കതറിയാൻ പറ്റും. ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത് മറ്റേതൊരു എനർജിയാണ് എന്നുള്ളത്. കാരണം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായൊരു ഊർജ്ജമായിരിക്കും അവരവിടെ പ്രകടമാക്കുന്നതും അവർ നമ്മളോട് കാണിക്കുന്നതും. അത് നമുക്ക് സെൻസ് ചെയ്യാനേ പറ്റുള്ളൂ. ആ സെൻസ് ചെയ്യാനും കൂടി അതും കൂടി നമ്മൾ കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പേഴ്സണൽ വാസ്തു ഉപയോഗിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അത് പറയുന്നതിലൂടെ വ്യക്തികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.